ഹുഡി ആണ് കേട്ടോ. BGM ഒക്കെ അയച്ചു തന്നാണ് എനിക്ക്. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും ഹലോ 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 ഹലോ. എല്ലാവർക്കും ഹായ് ഗൈസ്. എല്ലാവർക്കും ഹായ്. അപ്പം നമ്മൾ ഇന്നോട്ട് ഒരു പുതിയ സ്റ്റാർട്ട്. ആൻഡ് ഈ വട്ടത്തെ റെസൊല്യൂഷൻ 100 days ഓഫ് ലൈവ് ആണ്. 100 days ഓഫ് ലൈവ്. ആൻഡ് എല്ലാ ദിവസവും ഇനി മുതൽ PUBG ഉണ്ടാവും. PUBG ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. എന്നൊക്കെ ലൈവ് വരുന്നോ ആ ദിവസങ്ങളിലെല്ലാം PUBG ഉണ്ടാവും. ആൻഡ് നാളെ മുതൽ നമ്മൾ RP റീസ്റ്റാർട്ട് ചെയ്യുവാണ്. RP നാളെ തൊട്ട് എല്ലാ TV-യിലെ എല്ലാവരും നാളെ തൊട്ട് കയറി തുടങ്ങും. ആൻഡ് എല്ലാവർക്കും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ്. അതുപോലെ മെമ്പർഷിപ്പ് നമ്മൾ റിന്യൂ ചെയ്തിട്ടുണ്ട്. അതേപോലെ മെമ്പർഷിപ്പ് ഇപ്പോൾ കുറേ 4000 സംതിങ് ആൾക്കാർ ഇപ്പോഴും മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ കുറേ അവൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അശ്വിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ ആവുന്നില്ല എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഒരു കോമൺ ടെലഗ്രാം ഗ്രൂപ്പ് നാളെ ഞാൻ ഉണ്ടാക്കിയിടും. ആൻഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പം മെമ്പർഷിപ്പ് എടുക്കുന്നവരൊക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ആൻഡ് ഐ വിൽ ബി ദെയർ. ആൻഡ് ഈ വട്ടം ഞാനൊരു കാര്യം പറയാം ഗൈസ്. വീക്ക്ലി നമ്മുടെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ഞാൻ Among Us കളിക്കും. ആൻഡ് അതൊരു ഇൻട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് മെയിൻലി നമ്മളത് ഡിസൈഡ് ചെയ്തത്. ആൻഡ് വീക്ക്ലി നമ്മൾ പറയണ ഒരു ദിവസം പകൽ നമ്മൾ എല്ലാവരും Among Us-ൻ്റെ VC-യിലുണ്ടാവും. നിങ്ങൾക്ക് നമ്മളോട് Among Us കളിക്കാം. അങ്ങനെ കുറച്ച് പെർക്സും കാര്യങ്ങളൊക്കെ ഈ വട്ടത്തെ മെമ്പർഷിപ്പിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ വട്ടം മര്യാദയ്ക്ക് കൊണ്ടുപോകാം. ആൻഡ് എല്ലാ ദിവസവും നമുക്ക് ഈ പറയണത് പോലെ PUBG ഉണ്ടാവും. ആൻഡ് RP പ്ലസ് ഡിസ്കോ ട്രോൾസ് ഒരു ദിവസം ഇടവിട്ടായിരിക്കും മോസ്റ്റ്ലി. ആൻഡ് അപ്പോൾ അത് നിർത്താനുള്ള പ്ലാൻ ഇല്ല. ആൻഡ് എനിക്കൊരു വലിയ ചലഞ്ച് നമ്മുടെ ലൈവ് കാണുന്ന ഒരു ബ്രോ തന്നിട്ടുണ്ട്. ആൻഡ് ആ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ ഒരു മാസം ഡിസംബർ ജനുവരി 31, ജനുവരി ലാസ്റ്റ് 31, ഇന്നാണ് ചലഞ്ച് തുടങ്ങിയത്. ഇന്ന് തൊട്ട് 31 ദിവസത്തിനുള്ളിൽ 1000 കില്ലെടുത്താൽ 1 ലക്ഷം രൂപ. അതാണ് എനിക്ക് കിട്ടിയ ചലഞ്ച്. ഇവിടെ കുറേ പേര് മെമ്പർഷിപ്പ് എടുക്കുന്നു ഗൈസ്. എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കുന്നവരെല്ലാം കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് നോക്കണം, ജോയിൻ ചെയ്യണം. ആൻഡ് ഇന്ന് തൊട്ട് ഇന്ന് എനിക്ക് ടോട്ടലി ഏകദേശം 11 കില്ലെന്തോ ആയെന്ന് തോന്നുന്നു. ആൻഡ് ഇന്ന് തൊട്ട് 31 ദിവസത്തിനകത്ത് 1000 കില്ല് കംപ്ലീറ്റ് ചെയ്താൽ 1 ലക്ഷം രൂപയാണ് നമുക്ക് പറഞ്ഞിരിക്കണത്. ആൻഡ് ഗൈസ് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആൻഡ് ഈ കാര്യം മെയിൻലി കഴിഞ്ഞ വട്ടം നമ്മൾ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റിന് നിങ്ങൾ കുറേ പേര് 24 hours ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റിൽ നമ്മുടെ ലൈവ് കാണുന്ന ഒരു ചേട്ടൻ ഭയങ്കര ഒരു ശോകാവസ്ഥയിലായിരുന്നു പുള്ളി. ആൻഡ് പുള്ളി ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ അടുത്തൊരു ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം പറയുമല്ല, നിങ്ങളെല്ലാം തന്ന പൈസ ആയതുകൊണ്ട് മാത്രം പറയുകയാണ്. നിങ്ങൾ കുറേ പേര് ഹെൽപ്പ് ചെയ്തതുകൊണ്ട് മാത്രം പറയുകയാണ്. അല്ലാതെ ചെയ്ത കാര്യം ഞാൻ വന്നിട്ട് ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ഇത് ബാക്കി പറയുന്നതല്ല. അപ്പോൾ ആ ചേട്ടനെ ഓട്ടോ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പം പുള്ളിക്ക് നമ്മളൊരു ഓട്ടോ വാങ്ങിച്ചു കൊടുത്തു. സെക്കൻഡ് ഹാൻഡ് ഓട്ടോ. നമ്മൾ ഏകദേശം ഒരു പകുതി മുക്കാൽ പൈസ നമ്മളാണ് കൊടുത്തത്. അപ്പോൾ പുള്ളിക്ക് ഞാനൊരു ഓട്ടോ വാങ്ങിച്ചു കൊടുത്തു. ആൻഡ് പുള്ളി വീഡിയോ ഒന്നും ഞാൻ അത് ചെയ്തൊന്നുമില്ല ഗൈസ്. പക്ഷെ പുള്ളി നമ്മുടെ ലൈവിൽ വരും. അടുത്തൊരു ദിവസം പറ്റുന്ന ഒരു ദിവസം ലൈവിൽ വരാമെന്ന് പറഞ്ഞ് ആൾക്ക് ഈ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുക. അപ്പോൾ പുള്ളി അതിൽ നിന്ന് തീർത്തിട്ട് പുള്ളി നമ്മുടെ ലൈവിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് വീഡിയോ പ്രൂഫായിട്ട് ഇടുന്നതിലും നല്ലത് പുള്ളിയെ ഞാൻ ലൈവിൽ കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങളെല്ലാവരും തന്ന ഒരു എമൗണ്ടിൽ നിന്നാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അത് നിങ്ങളും കൂടെ ചെയ്ത ഒരു കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഈ ഒരു ന്യൂ ഇയറിൽ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നമുക്ക് തുടങ്ങാൻ പറ്റി. ആൻഡ് പേയ്മെൻറ്റ് വന്നപ്പോൾ സന്തോഷമായി, പുള്ളിക്ക് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. ആൻഡ് പുള്ളി നമ്മുടെ ലൈവിൽ 2 ദിവസത്തിനകത്ത് വരുന്നതായിരിക്കും എന്തായാലും. പുള്ളിയുടെ അമ്മയ്ക്ക് വയ്യാതിരിക്കുക. അമ്മ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ എൻ്റെ PUBG കോഡ്? അവനുണ്ടെങ്കിൽ 1000 അല്ല 1500 കില്ല് പോസിബിൾ. യു ആർ റെഗുൽ VM ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ 400 രൂപ സൂപ്പർ ചാറ്റ്. ഗൈസ് കുറെ പേര് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് ഗൈസ്. പറ്റുന്നവരൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ദ സ്ട്രീം. ആൻഡ് ഇനി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. റെഗുലർ ലൈവ് 100 days ഓഫ് ലൈവ് ആണ് എൻ്റെ പ്ലാൻ. 100 days ഓഫ് ലൈവ് ഉറപ്പായിട്ടും എല്ലാ ദിവസവും ലൈവ് വരും. എല്ലാ ദിവസവും PUBG സ്ട്രീമും ഉണ്ടാവും. RP കഴിഞ്ഞിട്ടാണെങ്കിലും ഡിസ്കോ ട്രോൾസ് കഴിഞ്ഞിട്ടാണെങ്കിലും PUBG ബാക്കി ഉണ്ടാവും. അതേ ഉറപ്പ് തരാം. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും സപ്പോർട്ടിന്, ഒരുപാട് സപ്പോർട്ടിന്. എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
എന്നാ പോഡ്കാസ്റ്റ് അവിടെ പോഡ്കാസ്റ്റിന് അടുത്ത എപ്പിസോഡ് മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പോഡ്കാസ്റ്റിന് അടുത്ത എപ്പിസോഡ്. ഗൈസ് എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അഭിഷേക് ബ്രോ, ഇഷാം ബ്രോ, മുഹമ്മദ് അൽഫിൻ ബ്രോ, എൻ്റെ അമ്മോ, അബ്ദുൽ വസീദ് ബ്രോ, താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്. ആദിത്യ അനിൽ ബ്രോ, ബി സെഡ് വിങ്സ് ബ്രോ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ വർഷം പോയി, എൻ്റെ ജോബ് പോയി. അഖിൽ ബ്രോ ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ, 3 ദിവസം ഇനിയും നമുക്ക് കിടപ്പുണ്ട്. എത്ര ദിവസം കിടപ്പുണ്ട്. അടുത്ത ജോലി ഉടനെ സെറ്റാവും അഖിൽ ബ്രോ. സ്റ്റേ ഹാപ്പി, എല്ലാം സെറ്റാവും ഗൈസ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ മോഡറേറ്റേഴ്സിനെയും നമ്മുടെ ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. ഉറപ്പായിട്ടും ആരും സംസാരിക്കാനില്ല എന്നൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കരുത്. നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റി, കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ മാറി നിൽക്കുമായിരുന്നു, മടിച്ച് നിൽക്കുമായിരുന്നു. കുറേ കാര്യങ്ങളിലൊക്കെ ഈ സ്ട്രീമിൽ നിന്നും അതിനകത്തും എല്ലാം ഗ്യാപ്പ് എടുത്തതാണ്. ആൻഡ് ഇപ്പോൾ മെയിൻലി നമ്മൾ ഇത് നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുവരണമെന്നൊരാഗ്രഹം കൂടെ ഉണ്ട് ഈ വർഷം. അതുകൊണ്ട് അങ്ങനെ ഒരു റെസൊല്യൂഷൻ സ്ട്രീമിങ്ങിൽ സെറ്റ് ചെയ്ത് അതുകൊണ്ടാണ്. iOS ലിങ്ക് പിന്നെയാണോ? iOS ലിങ്ക് പിൻ ചെയ്തൊക്കെ. അണ്ണാ എന്റെ സൂപ്പർ ചാറ്റ് മിസ്സാക്കി. ദിസ് ഈസ് ഹരി സെന്റർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ the $2. ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. എത്ര പേരുടെ മെമ്പർഷിപ്പ് എടുക്കണേ ഗൈസ്? 100 പേര് ഇപ്പൊ തന്നെ മെമ്പർഷിപ്പ് എടുത്ത്. നമ്മുടെ ഈ വട്ടത്തെ ടാർഗറ്റ് നമുക്ക് തീർക്കണം. പക്ഷെ സ്ട്രീം ചെയ്ത് തീർക്കും ഗൈസ്, സ്ട്രീം ചെയ്ത് തീർക്കും. എന്നിട്ട് നിങ്ങൾ എടുത്താൽ മതി. അല്ലാതെ ഇതാകണേ സ്ട്രീം ചെയ്ത് ഉറപ്പായിട്ട് തീർക്കും. വാസവണ്ണ ഒരു കടിത മല്ലു മൈനറ്. പുതിയ മൈക്ക് എങ്ങനെയുണ്ട് അത് പറഞ്ഞപ്പോഴാ. പുതിയ മൈക്കെല്ലാം സെറ്റ് ചെയ്ത്. മൈക്ക് എങ്ങനെയുണ്ട്? സൗണ്ട് ഓക്കെ ആയില്ലേ? ഇപ്പം എൻ്റെ പഴയ സൗണ്ട് വന്നില്ലേ? സൗണ്ട് എല്ലാം സെറ്റായില്ലേ? മൈക്ക് സെറ്റായില്ലേ? മൈക്കൊക്കെ സെറ്റായി. അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മൾ ഇനി ഈ മൈക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. അടുത്ത പോഡ്കാസ്റ്റ് തൊട്ട് ഈ മൈക്കായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. അപ്പം നാളെ തൊട്ട് നമ്മൾ സിറ്റുവേഷൻസ് ഒക്കെ അങ്ങ് എടുത്ത് തുടങ്ങാൻ പോണ്. ഇവന്മാരുടെ അറിഞ്ഞുകൊണ്ട് എടുക്കേണ്ടെന്ന് പറഞ്ഞാണ് ഗൈസ് കുറച്ച് ദിവസത്തേക്ക്. കാരണം എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പോയേക്കുമായിരുന്നു. അവളുടെ അടുത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. സെറ്റ് 18 വന്നാൽ കാണാൻ പറ്റുമോ? 6/18 എൻ്റെ ആനന്ദേ. 18 വന്നാൽ കാണാൻ പറ്റുമോ? എന്തൊരു ചോദ്യമാണ് അത്. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗൈസ് ഈ മൈക്ക് വിഷയം ക്വാളിറ്റിയാ ഗൈസ്. ഞാൻ വെറുതെ ഒരു ഇത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആദ്യനുരാഗത്തിൻ ആതിര പൊയ്കയിൽ ആവണിത്തെന്നലായി അവരലഞ്ഞു. അവരുടെ സ്നേഹം മോഹനസന്ധ്യയിൽ മോഹസിന്ദൂരം ചാർത്തി നിന്നു. എത്ര ജന്മങ്ങളിൽ, എത്ര സ്വപ്നങ്ങളിൽ, എത്ര നാളായി കൊതിച്ചു ഞാൻ ഈ നിമിഷം. നൈസല്ലേ? ഗോൾഡ് നൈസല്ലേ അണ്ണാ? ഈ കൊല്ലം ശരിക്കും റെഗുലർ ആയിരിക്കൂലേ? ലിബിൻ ബ്രോ റെഗുലർ അല്ലെങ്കിൽ അൺസബ് ചെയ്യാം. ഞാൻ ഉറപ്പ് പറയാം, റെഗുലർ അല്ലെങ്കിൽ യു ഗൈസ് ക്യാൻ അൺസബ്. എന്റെ തംബ്നെയിൽ കണ്ടോ? റോഡ് ടു 1 million എന്ന് പറയുമ്പോൾ ഈ വട്ടം എനിക്ക് കുറച്ച് ടാർഗറ്റുകളുണ്ട്, കുറച്ച് അച്ചീവ്മെന്റ്സ് എനിക്ക് എടുക്കണമെന്നൊരാഗ്രഹമുള്ളൊരു വർഷമാണിത്. 1 million സബിന് ഞാൻ ഇതുവരെ യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, സത്യം പറയാലോ. ഞാൻ പറയാം, ഞാൻ ഈ വട്ടം ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ട്വിച്ചിൽ ഞാൻ സ്ട്രീം ചെയ്തേനെ. 1 million കോൺസെൻട്രേഷൻ ഇല്ലായിരുന്നെങ്കിൽ ട്വിച്ചിൽ നിങ്ങൾ എന്നെ അത്രയും പേര് ഫോളോ ചെയ്തിട്ട് ഞാൻ ട്വിച്ചിൽ റെഗുലർ സ്ട്രീം ചെയ്തേനെ. ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ വട്ടം 1 million ടാർഗറ്റ് വെച്ചിരിക്കുക ഗൈസ്. എനിക്ക് 1 million അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ 1 million അടിക്കാനുള്ള ഒരു ഇതുണ്ട്. നാളെ തൊട്ട് അടിയോടടിയാണോ? ജിതിൻ ജോയ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ $9 $10. താങ്ക് യു സോ മച്ച് ജിതിൻ ജോയ് ബ്രോ. അടിയോടടി, നാളെ തൊട്ട് അടി തന്നെ. ഡോണിനൊരു ഹായ് കൊടുക്കുമോ? ഫ്രം തോമസിക്ക ഡോണിനൊരു ഹായ് തരാൻ പറഞ്ഞു. ഡോണെ ഹായ്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. നൈസ് ടു സീ യു, ഹാപ്പി മാൻ. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. 1 മാസം നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കുക അൺസബ് ചെയ്യണോ വേണ്ടായിരുന്നു. അതെ 1 മാസം നോക്കി തീരുമാനിച്ചിട്ട് അൺസബ് ചെയ്യണോ വേണ്ടത്. ജിമ്മിൽ പോ. അയ്യോ എടാ, ഈ വട്ടം ജിമ്മ് റെസൊല്യൂഷൻ ഇല്ലടാ. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വട്ടം കൂടെ ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പപ്പ തല്ലിക്കൊന്നുകളയും. സാധാരണ പപ്പ ഇതിന് പോവാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷങ്ങളിലും നവംബർ 1-ാം തീയതി ആയപ്പം നേരെ പത്തനാപുരത്ത് പോയി ജിമ്മിലിടുന്ന ജട്ടി ഷെഡ്ഡി ബ്രായോ അതും ഇതുമെല്ലാം മേടിച്ചുകൊണ്ട് വന്ന്. അത് കഴിഞ്ഞ് ഒരാഴ്ച ജിമ്മിൽ പോയതിന് ശേഷം
10,000 രൂപ മുടക്കി നേരെ പോയി ജിമ്മിൽ മറ്റേ ഇത് മേടിച്ചുകൊണ്ട് വന്ന് മറ്റേ പ്രോട്ടീൻ പൗഡർ. അതും കഴിഞ്ഞ് ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് 10,80,000 രൂപ കൊടുത്തിട്ട് ട്രെഡ്മില്ല് മേടിച്ച് വീട്ടിൽ വെച്ച്. അത് ഒരു വർഷം പപ്പ അങ്ങ് പോട്ടെന്ന് വെച്ച്. അടുത്ത കഴിഞ്ഞ വർഷം അതേപോലെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നന്നാവുകയെന്ന് പറഞ്ഞ് നേരെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് എല്ലാമായിട്ട് ഇപ്പം വീരു ഇല്ലേ, വീരു ആണ് ട്രെഡ്മിൽ ഉപയോഗിക്കുന്നത്. അവൻ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എണ്ണീറ്റ് വരുമ്പോൾ അവൻ ട്രെഡ്മില്ലിൽ ഇരുന്ന് നിരങ്ങുന്ന കാണാം. ഒന്നത്. പിന്നെ മറ്റേ ഇത് പ്രോട്ടീൻ പൗഡർ മമ്മി ഔലേസ് കൊണ്ട് ഉണ്ടാക്കി, അത് വെച്ച് അത് അവർ തിന്ന്. അത് ഈ വർഷം കൂടെ ഞാൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കൊന്നുകളയും, ഒരു സംശയവുമില്ല. എന്നെ ഒറ്റ വെട്ടിന് ജിമ്മിൻ്റെ പറഞ്ഞാൽ വീട്ടിലടിക്കും എന്നെ, പപ്പ എന്നെ തല്ലും. അല്ലെങ്കിൽ ആരോടും പറയാതെ ഒരു 10 ദിവസം വൈകുന്നേരം ചായ കുടിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് വർക്കൗട്ടൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ പോയി ഇതാക്കാനേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്നു പറയും, ഒരു സംശയമില്ല, അതിലൊരു ഇതുമില്ല. അതുകൊണ്ട് ഈ വർഷം ഞാൻ വിചാരിച്ച് ജിമ്മെന്നുള്ളൊരു റെസൊല്യൂഷൻ ഈ വർഷം വേണ്ടെന്ന് ഞാൻ വിചാരിച്ച്. അതാണ് നല്ലത് എൻ്റെ ഒരു ആരോഗ്യത്തിനും. ജിമ്മിപ്പോൾ ആരോഗ്യം ശരിയാവും, പക്ഷേ ഇപ്പം എൻ്റെ ആരോഗ്യത്തിനാണ് നല്ലത്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വർഷം ഒരു സൈക്കിൾ മേടിച്ചായിരുന്നു. വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി കുറച്ച് സെറ്റ് ആവാമെന്ന് വിചാരിച്ചൊരു സൈക്കിൾ മേടിച്ച് ഇവിടുന്ന് ഞാൻ കൂടുതൽ വരെ ചവിട്ടി പോയിട്ട് എൻ്റെ കിഡ്നി വെളി എന്നിട്ട് ലാസ്റ്റ് തിരിച്ചു വരാൻ പറ്റാതെ ഞാൻ പെട്ടി ഓട്ടോറിക്ഷ വിളിച്ച് സൈക്കിൾ അതിൻ്റെ ബാക്കി വെച്ച് ഫ്രണ്ട് സീറ്റിലിരുന്ന തിരിച്ചു വന്നേ. ഒരു 10 കിലോമീറ്റർ എനിക്ക് സൈക്കിൾ ചവിട്ടാനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല സത്യം പറഞ്ഞപ്പം. അതുകൊണ്ട് സൈക്കിളിൻ്റെ കാര്യത്തിൽ വീട്ടിൽ ഭയങ്കര സീനാണ്. ഡെക്കാത്ലോണിൽ പോയി മേടിച്ചതാണ് സൈക്കിള്. അത് വല്ലാത്ത കഴപ്പ് നോക്കിക്കോണം കേട്ടോ ഗൈസ്, നിങ്ങൾ ആലോചിക്കണം. സൈക്കിള് മാത്രമേ മേടിച്ചിരുന്നെങ്കിൽ സീനില്ലായിരുന്നു. മറ്റേ ചന്തിമുഖനെയും കൊണ്ടാണ് സൈക്കിൾ മേടിക്കാൻ പോയത്. സൈക്കിൾ മേടിക്കാൻ ഡെക്കാത്ലോണിൽ ചെന്നപ്പം പുള്ളി പറഞ്ഞു, ഇത് വണ്ടിയുടെയൊക്കെ നിങ്ങളുടെ വണ്ടി ഏതാ? നമ്മുടെ സെൽട്ടോസാ, മോഡിഫൈഡ് വണ്ടിയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വെച്ച് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ വെച്ച് 10,000-15,000 രൂപയുടെ ഒരു വണ്ടിയുടെ പുറകിൽ വെക്കുന്ന മറ്റേ റാക്കും കൂടെ മേടിച്ച് വണ്ടിയുടെ പുറകിൽ വെച്ച്. അങ്ങനെ സൈക്കിൾ മേടിക്കാൻ 25,000, റാക്ക് മേടിക്കാൻ 17,000-40,000 രൂപ കളഞ്ഞാണ്. അതുകൊണ്ട് വീട്ടിൽ ഒരു സംശയം വേണ്ട. ഫിറ്റ്നസിൻ്റെ കാര്യം എന്ത് മേടിക്കാന്ന് പറഞ്ഞാൽ ഇനി എന്നെ തല്ലും. വേണ്ട, നമുക്ക് വേണ്ടത്. നമുക്ക് ഉള്ളത് ഈ വട്ടം ഇനി കറക്റ്റായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് അങ്ങനെ സെറ്റാവും, അതാണ് നല്ലത്. അത് വയ്യ, ജിമ്മില്ല, ജിമ്മ് എനിക്ക് വയ്യ. ഈ വർഷത്തെ എൻ്റെ ഇതിനകത്തില്ല. ഈ വട്ടം നാളെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. അതായത് ലൈവ് കാണുന്നവർക്കുള്ള ടൈം ടേബിൾ. ഇന്ന് RP ആണേ, നാളെ PUBG, മറ്റന്നാ VR, അതിൻ്റെ മറ്റന്നാ തൊലിയാർ, എന്തൊക്കെ വരാൻ പോളും എന്നുള്ള ലിസ്റ്റായിട്ട് തരും. പക്ഷെ എല്ലാ ദിവസവും PUBG ഉണ്ടാവും. PUBG PC ഇനി തൊട്ട് എല്ലാ ദിവസവും സ്ട്രീം ചെയ്യാനുള്ള പദ്ധതിയിലാണ് നമ്മൾ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ. കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ എന്തെങ്കിലും അതിനകത്തുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ താറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായിട്ട് ഈ വട്ടത്തെ റെസൊല്യൂഷനുകളൊക്കെ ഇങ്ങനെ ആക്കി. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കുന്ന നമ്മുടെ മെമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ നമ്മൾ MNS കളിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ടാവും. കറക്റ്റായിട്ട് നടക്കും. ഓ ബാബു വെൽക്കം ടു സ്ട്രീം. ഈ പുണ്ടച്ചിൻ്റെ കൂടെ നടന്ന് ഇപ്പം ഇവനെ പോലെയാണ് ഞാൻ ബിഹേവ് ചെയ്യണേ. എന്ത് പറഞ്ഞാലും മൈ ബാഡ്, ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ വായിൽ. ഇത് തന്നെയാണ് എൻ്റെ സ്ഥിരം കഴിച്ച. സീരിയസ് ആയിട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ ആയി മാറി ഇപ്പം. ഞാൻ മൈ ബാഡ്, ഇതൊക്കെയാണ് എൻ്റെ പേരൻസിനോട് ഞാൻ വരെ മൈ ബാഡ് എന്നാണ് ഞാൻ ഇപ്പോൾ പറയണത്. വാ തുറന്ന ബരോ സുണ്ണി, ഞാൻ ഇങ്ങനെ ആയി. ഇവൻ മലയാളം പഠിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ, പക്ഷെ അവനായി മാറി ഞാൻ. സൂപ്പർ ബ്രോ സൂപ്പർ. ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ. പപ്പയോട് നിന്ന് ഫാൻ ഇടാൻ പറഞ്ഞപ്പോൾ പപ്പ അവിടെ നിന്ന് ഫാൻ ഇട്ടു. അന്നേരം ഞാൻ അവിടെ നിന്ന് സൂപ്പർ ബ്രോ സൂപ്പർ എന്ന് പപ്പയോട്. ഞാൻ അങ്ങനെ ആയി മാറി. ഞാൻ അങ്ങനെ ആയി ഇപ്പോൾ. ചേട്ടാ, എനി ടിപ്സ് ക്വിറ്റ് ഓർ റെഡ്യൂസ് സ്മോക്കിംഗ്? ഒരു റെസൊല്യൂഷൻ ആക്കാൻ താല്പര്യമുണ്ട്, ബട്ട് ഇറ്റ് സീംസ് ഇമ്പോസിബിൾ. ഉസ്മാ ബ്രോ, ഈ വലി കുറയ്ക്കാനുള്ള മെയിൻ ഒരു ടിപ്പ് ഞാൻ ഉപയോഗിച്ചൊരു സാധനം പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ, മെയിനായിട്ട് ഒറ്റയടിക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ പാക്കറ്റ് മേടിച്ച് വീട്ടിൽ വെക്കരുത്. പകരം അത്രയ്ക്കും ഇൻറ്റൻഷൻ തോന്നുവാണെങ്കിൽ വെളിയിൽ പോയി ഒരെണ്ണം വലിക്കുക, തിരിച്ചു വരിക. അങ്ങനെ ആകുമ്പോൾ പയ്യെ കുറയ്ക്കാം. പാക്കറ്റൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചാൽ വലിച്ചുകൊണ്ടിരിക്കും. മറ്റേത് പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ പയ്യെ റെഡ്യൂസ് ചെയ്താൽ മതി. ഒറ്റയടിക്ക് റെഡ്യൂസ് ചെയ്താൽ ഓരോരുത്തർക്ക്, ചിലർക്ക് ഒറ്റയടിക്ക് നിർത്താനൊക്കെ പറ്റും, ചിലർക്ക് അങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ പയ്യെ ഗ്രാജുവലി നിർത്താൻ ട്രൈ ചെയ്ത് നോക്ക്. അതൊരു ടിപ്പായിട്ട് കൂട്ടിയത്, പക്ഷേ വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. ട്രൈ ചെയ്ത് നോക്ക്. ലിബിൻ ജോൺ ഫോട്ടോഗ്രാഫി, താങ്ക് യു സോ മച്ച് 100. അണ്ണാ സൈക്കിൾ ഗീവ് അവേ കൊടുത്താലോ? എടാ, സൈക്കിൾ ഗീവ് അവേ കൊടുത്താൽ ശരിയാവില്ല. അത് വേറൊരു പ്രശ്നമാണ്.
അണ്ണാ കോണ 20 മിനിറ്റ് ആയി. എടാ ഇന്ന് നമ്മൾ കുറെ നാൾക്ക് ശേഷം എടാ ന്യൂ ഇയർ അല്ലടാ. ഞാൻ എല്ലാവരോടും സംസാരിച്ചോട്ടറാ. കുക്കാപ്പി ബ്രോ താങ്ക് യു സോ മച്ച് 40. അണ്ണാ സൈക്കിള് തരുമോ, എനിക്ക് ജിമ്മിൽ പോകാൻ വണ്ടിയില്ല. ഒരേ സമയം 2 ഫിറ്റ്നസ്, അത് നിനക്ക് വേണ്ട. നിനക്ക് വല്ല 6 പാക്ക് ഒക്കെ ആയി പോയാൽ നിന്റെ അഹങ്കാരം നാളെ ഞാൻ കാണണം. സ്കൈഡാക്സ് ബ്രോയെ ന്യൂ ഇയർ ആയിരുന്നു, ഹബീബി വേഗം ദുബായ് വാ. ഗൈസ് അത് പറഞ്ഞപ്പോഴാ സ്കൈഡാക്സ് വന്നൊരു സൂപ്പർ ചാറ്റ് ചെയ്തപ്പോഴാ ഞാൻ ഒരു കാര്യം, സ്കൈഡാക്സിന്റെ ഇന്നലത്തെയൊക്കെ സ്റ്റാറ്റസ് ഞാൻ കണ്ട്, ഹബീബി കം ടു ദുബായ്. 10 ദിവസം കഴിയുമ്പോ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. നീ ഓർത്തു വെച്ചോ സ്കൈഡാക്സെ, നിന്റെ അടുത്ത സ്റ്റാറ്റസ് അതാ. ഒരു സംശയമില്ലാതെ ഞാൻ പറയാം, ഈ ഒരു മാസം കഴിയട്ടെ. സ്കൈഡാക്സ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തവർക്കൊക്കെ കാണാം, കണ്ണീർ പൂവിൻ്റെ. പിന്നെ നമ്മുടെ നാടാണ് ഏറ്റവും ഭംഗിയുള്ള നാട്, അതിൻ്റെ അത്രയും സൗന്ദര്യമുള്ള ഒരു നാട് വേറെ ഇല്ല. ഇതൊക്കെയായിരിക്കും, ഇതാണ് സംഭവം. ഇത് ഉടനെ സംഭവിക്കാൻ പോണ ഒരു കാര്യമാണ്, മെയിൻ കാര്യം. നോക്കിയിരുന്നോ, എല്ലാവരും നോക്കിയിരുന്നോ, ഇങ്ങനെയാണ്. ഹബീബി കം ടു ദുബായ് എന്ന് പറയണ ഏതവനുണ്ടോ അവൻ അന്ന് ഒരാഴ്ചക്കുള്ളിൽ ദുബായ് പോയതായിരിക്കും. 10 ദിവസം കഴിയട്ടെ, വരും. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. ചാറ്റിലൊക്കെ ഉണ്ടാവും പയ്യൻ, ചാറ്റിലുണ്ടാവും, ഒരു സംശയമില്ല. അഹമ്മദ് ബ്രോ താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. അയ്യോ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇന്നലത്തെ ലൈവ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാൻ പറഞ്ഞു. മോഡറേറ്റേഴ്സിൻ്റെ നമ്പറൊക്കെ കൊടുത്ത്. രാത്രി ബാറിൽ പോയിട്ട് ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാത്തതാണ് ചിലവന്മാരുടെ പ്രശ്നം. ചിലവന്മാർക്ക് രാത്രിയിൽ പെടുക്കാൻ നോക്കുമ്പോൾ സാമാനം കാണുന്നില്ലെന്നാണ് വേറെ കുറച്ച് പ്രശ്നം. ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉദ്ദേശിച്ച പ്രശ്നം അതല്ല. നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഡിപ്രഷനോ അങ്ങനത്തെ എന്തെങ്കിലും എമർജൻസിയോ ആവശ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അല്ലാതെ രാത്രി നിനക്ക് മൂത്രം ഒഴിക്കാൻ നേരം സാധനം കാണുന്നില്ല, അത് കണ്ടുപിടിച്ചതാ ഇത് കണ്ടുപിടിച്ചതാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ വല്ലതും വിളിച്ച് പറയും. ഞാൻ ഇന്നലെ നല്ല ഉറക്കത്തിലായിരുന്നു. ഫുണ്ട് നിന്റെ 17 കോൾ കണ്ടുകൊണ്ടാണ് ഞാൻ എടുത്തത്. അവൻ രാത്രി 12 മണിക്ക് അവന് ബാറിൽ ബില്ലടയ്ക്കാൻ പൈസ ഇല്ല, അവർ പിടിച്ചു നിർത്തിയേക്കുന്നു, ബാർ അടയ്ക്കാൻ വെച്ചിരിക്കുന്നതെന്ന്. നിന്നെ ബാറടച്ച് ഞാൻ ബാറിൽ നിന്ന് കൊണ്ടുവരാം. ഞാൻ ഈ മാസം 18-ന് വരട്ടെ എന്നാണ് ചോദിച്ചത്. 18 ബ്രോ, 18 എന്ന് പറഞ്ഞാൽ കറക്റ്റ് അങ്ങനെ ഡേറ്റ് ഞാൻ എങ്ങനെ പറയും, അന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടോ? ശ്യാംകുമാർ ബ്രോ താങ്ക് യു സോ മച്ച് 100. അണ്ണാ വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച് ശ്യാംകുമാർ ബ്രോ. സത്യം ഇതൊക്കെയാണ് എനിക്കിപ്പോൾ വരുന്ന ആവശ്യങ്ങൾ. ഇന്നലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോന്ന് പറഞ്ഞു. വിളിച്ച പയ്യന്മാരൊക്കെ ഇങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ എന്തൊരു പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ബ്രോ RDR2 എന്ന് റീസ്റ്റാർട്ട് ചെയ്യും. ആഷിഖ് ആൽപ്പി ബ്രോ, നമ്മളിപ്പം എല്ലാ സ്ട്രീംസും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പയ്യെ തുടങ്ങാം. അണ്ണാ കുറച്ച് പ്രോട്ടീൻ പൗഡർ വാങ്ങിത്തരുമോ? 40 രൂപ പ്രോട്ടീൻ പൗഡർ മേടിച്ചു തരാം, ഉറപ്പായിട്ട് മേടിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എന്നിട്ട് അയച്ചു കൊടുത്തോ ഷാഡോ ബ്രോ. അവൻ്റെ ബാറിലെ ബില്ല് ഞാൻ അടയ്ക്കണം. അവൻ്റെ ബാറിലെ ബില്ല് അടയ്ക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കണേ. ബാറിലെ ബില്ല് അടയ്ക്കാൻ അവന് കെട്ടിയിട്ടെന്ന് വിചാരിച്ച് ഞാൻ ഉറക്കം വേണ്ടിയിട്ട് രാവിലെ നോക്കിയപ്പോൾ കൊട്ടവാസു പോയി മുമ്പെന്ന്. അത്രേ ഉള്ളൂ, മനസ്സിലായോ? ബാറിലെ ബില്ലടച്ചാൽ വാസം ഉണ്ട്, അടച്ചില്ലേ കൊട്ടവാസു. അങ്ങനെയാണ്.